അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ തേജുവിന് ഇന്ന് ക്ലാസ് തുടങ്ങുകയാണ്. ഇന്ന് തൊട്ടിട്ടാണ് അവന് ബുധനാഴ്ച 4ാം തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം 2 മാസമല്ലേ, അവൻ എന്ത് ക്ലാസ് അടിച്ചോ അന്ന് തൊട്ടിട്ട് ഞാൻ ഈ ഒരു സമയം കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് 5:30 ആയിട്ടുള്ളൂ കേട്ടോ. 5:30 ആയിട്ടുള്ളൂ. ചിലപ്പോൾ നമ്മൾ അതിന് മുന്നേ നേരത്തെ എണീക്കാറുണ്ട് തോന്നുന്നു അല്ലേ. പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും ഈ ഒരു ടൈമിൽ എൻ്റെ കാണണത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇനി പണ്ടത്തെ പോലെ നേരത്തെ എനിക്ക് ഫുഡ് വയ്ക്കുക, കുടിയുടെ പറഞ്ഞയക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അത് അമ്പലത്തിൽ വാട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ബാക്കിയൊക്കെ എടുത്തിട്ട് പോട്ടെ കേട്ടോ. അതായത് പണിയായത് എടുക്കട്ടെ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്നോട് ഏതോ ഒരു വീഡിയോയിൽ രാവിലത്തെ എന്തോ ഇട്ടപ്പോൾ അല്ല വൈകിട്ടത്തെ തോന്നുന്നു, ഇതെവിടുന്ന് അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ടല്ലോ എന്നൊരു കമൻറ്റ്. പുതിയ സബ്സ്ക്രൈബേഴ്സാണ്, അറിയാത്തവരാണ് ഇത് ചോദിക്കുന്നുണ്ടാവുന്നത്. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിന് ഇനി വിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ രാവിലെ ഈ പാട്ടൊക്കെ കേൾക്കാം കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് അമ്പലമുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഈ പാട്ട് കേൾക്കണത്. ഇരുട്ടാണ് കേട്ടോ. ലൈറ്റ് എടുക്കാം. ലൈറ്റ് ഓഫ് ചെയ്ത് നിങ്ങളുടെ വേണം വരും. ഓക്കെ, സെറ്റ്. ഇനി ഞാൻ വേഗം ചടുപിടുന്ന ചോറ് കാര്യങ്ങളൊക്കെ വെക്കണം. ഇന്നലെ ഒന്നും തേജുവിന് മടിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നാളെ എനിക്കണം പോകണം അങ്ങനെയൊക്കെയാണ്. മഴ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു, കരയില്ല എന്നൊക്കെ വിശ്വസിക്കുന്നു. കാരണം ഇത്ര നാൾ ഇവിടെ എടുത്ത് ബോറടിച്ചിട്ടുണ്ട് കുട്ടി. അപ്പോൾ കുറച്ചൊക്കെ സന്തോഷം ഉണ്ടായിരിക്കും പോവാൻ. അപ്പോൾ ഞാൻ വേഗം കിടക്കട്ടെ. ബാക്കി ഇങ്ങനെ പതിയെ കാണാം. ചോറും കാര്യങ്ങളൊക്കെ വേഗം വെച്ചിട്ട് പണിയിലേക്ക് കേട്ടോ. അങ്ങനെ ഞാനിത് എപ്പോഴത്തെയും പോലെ നമ്മുടെ ചോറിന് ചായക്ക് അങ്ങനെയുള്ള വെള്ളങ്ങളൊക്കെ ആയിട്ട് വെക്കണത്. അപ്പോൾ ഞാനിപ്പോൾ എന്നാ ഗ്യാസിൻ്റെ അടി ഓഫ് ചെയ്തിടാറുണ്ട് കേട്ടോ. മുന്നേ ഞാൻ അടി ഓഫ് ചെയ്തിടുന്നില്ല, ഇപ്പോൾ ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ പേര് ഓഫ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അതുപോലെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതേ ചോറിനുള്ള വെള്ളം അതുപോലെ തന്നെ ചായക്കുള്ള വെള്ളം, കാപ്പിക്കുള്ള വെള്ളമായിട്ട് വെച്ചത്. ഇപ്പോൾ കാപ്പിയുടെ ശർക്കര പൊടി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ശർക്കര തന്നെയാട്ടോ വാങ്ങിയേക്കണത്. അപ്പോൾ അതൊരു ശർക്കരയുടെ അച്ചതിലേക്ക് ഇട്ടു. ഇനി അത് തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ കാപ്പിപ്പൊടി ഇടാട്ടോ ചെയ്യുക. കുറേ പേര് ഇപ്പോഴും ശർക്കര കാപ്പിയുടെ റെസിപ്പി ചോദിക്കുന്നുണ്ട്. നമ്മൾ ചായ വെക്കുന്ന പോലെ തന്നെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഇടുന്നു, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അതേ മാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നിട്ട് നമുക്ക് അപ്പുറത്തുനിന്ന് സുധിച്ചേച്ചി തന്നായിരുന്നു കേട്ടോ. മാങ്ങ ചെറുതായിട്ടൊന്ന് ചനച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാങ്ങ കറിയൊക്കെ അരിഞ്ഞു. പിന്നെ ഉരുളൻകിഴങ്ങ് സബോളയും മസാലക്കറി വെക്കാമെന്നാട്ടോ ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതിന് ഇതേ ഉരുളൻകിഴങ്ങ് നന്നാക്കുക കേട്ടോ. ഉരുളൻകിഴങ്ങ് നന്നാക്കിയിട്ട് ഞാൻ അത് മാത്രം വേവിച്ചെടുക്കും കേട്ടോ. അത് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കുക ചെയ്യുക. പിന്നെയാണ് ഞാൻ നമ്മുടെ സബോളയും തക്കാളിയൊക്കെ സെപ്പറേറ്റ് ഇട്ടിട്ട് വഴറ്റും കേട്ടോ. അപ്പോൾ അതേ ഉരുളൻകിഴങ്ങ് വെന്ത് വന്നപ്പോൾ അതൊന്ന് ഇറക്കി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ വേഗം നമ്മുടെ സബോള, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ മസാലയ്ക്ക് വഴറ്റിയെടുക്കില്ല, അതേപോലെ മസാല സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അപ്പുറത്ത് അത് വെച്ചിരിക്കണത്. ഇപ്പുറത്ത് ഞാൻ ദോശ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ, ഗോതമ്പ് ദോശ. അപ്പോൾ അതേ ഞാൻ എണ്ണ ഒഴിക്കുമ്പോൾ ഇപ്പോൾ മറ്റേ അതിൻ്റെ മൂടി ലൂസാവണ പോലെ ഒഴിക്കുമ്പോൾ അങ്ങോട്ട് തുറന്ന് വരിക. അപ്പോൾ ഞാനിപ്പോൾ തുറന്നിട്ടാട്ടോ ഒഴിക്കണത്. അതിൻ്റെ മൂടി സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങണം ഇനി. അപ്പോൾ അതേ ദോശയ്ക്കുള്ള ഗോതമ്പ് ഞാനിത് മിക്സിയിലടിച്ച് സെറ്റാക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ദോശയും ചൂടും, അപ്പുറത്തെ സൈഡ് ഞാൻ മറ്റേ മസാലയും സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉരുളൻകിഴങ്ങ് ഇതേ ഞാൻ സെപ്പറേറ്റ് വേവിച്ച് വെച്ചേക്കുകയാണ്. അങ്ങനെ ഇതേ എണ്ണ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ സബോള, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില കേട്ടോ അത് മൊത്തം ഇട്ടിട്ട് വഴറ്റിയെടുക്കുക ചെയ്ത്. എനിക്ക് ഇങ്ങനത്തെ മസാലക്കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെജിറ്റബിൾ മസാലക്കറി അത് ടേസ്റ്റ് ആവാറുണ്ട് ഞാൻ വെക്കുമ്പോൾ. പിന്നെ ഉപ്പിട്ടു കേട്ടോ. അതായത് ഉള്ളി നന്നായി വാടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ള ഉപ്പാട്ടിട്ടേക്കണ്. ഇപ്പുറത്ത് ഇതേ ദോശയുടെ പണിയും ഒപ്പം ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെയാണ്, ഗ്യാസ് വെക്കുകയാണെങ്കിൽ എല്ലാം ഒന്നിച്ച് വേഗം തീർക്കാൻ നോക്കും കേട്ടോ. ഓരോന്നായിട്ട് ചെയ്യുക. ഒറ്റയടിക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള എളുപ്പപ്പണി കേട്ടോ ഞാൻ നോക്കുക. അപ്പോൾ അതേ ഇപ്പുറത്തെ ദോശയും സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ മസാലക്കറിയും സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സബോള അപ്പം എന്തായാലും അങ്ങനെ വയറ്റി വരുമല്ലോ. അപ്പോൾ പിന്നെ കൂടുതൽ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ സബോളയും ഇതൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ നമ്മുടെ തക്കാളി കട്ട് ചെയ്തിട്ട് ഇടുന്നത്. തക്കാളി ഞാൻ എപ്പോൾ ഉള്ളിക്കറി ആയാലും ചിക്കൻ ആയാലും എന്ത് വെക്കുകയാണെങ്കിലും 2-3 തക്കാളിയൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ തക്കാളി ഇതേ അതിലേക്ക് ഇട്ടു. ഇനി തക്കാളിയുടെ പച്ചച്ചോയ വിടുന്ന വരെ നന്നായി വയറ്റിയെടുക്കണം കേട്ടോ. ഇതേ ദോശപ്പണി ഇതേ ഇപ്പുറത്ത് ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഒട്ടുമിക്ക പേരും ഇങ്ങനെ തന്നെ ആവൂലേ. നമ്മളിപ്പോൾ കിച്ചണിൽ നിൽക്കുമ്പോൾ ഒന്ന് വെക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ വേറെയും ചെയ്യാനുള്ളത്. അപ്പോൾ ഇതേ കൂട്ടിലേക്കാണ് കേട്ടോ. അതേ മഞ്ഞപ്പൊടി ഇട്ടു ഞാൻ. പിന്നെ മുളക് പൊടി ഇട്ടു. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവനുസരിച്ചിട്ടാണ് ഇടുന്നത്. ഞാൻ അതാണ് അതിൻ്റെ കറക്റ്റ് ഇത് പറയാത്തത്. അപ്പോൾ പിന്നെ ഞാൻ ചിക്കൻ മസാലയുടെ പൊടിയായിട്ട് ഇട്ടത്. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചിക്കൻ മസാലയുടെ പൊടി ഇട്ടാം. പിന്നെ ഉപ്പ് പാകത്തിനും. മല്ലിപ്പൊടി ഞാൻ പൊതുവേ ഒന്നിലേക്കും വല്ലാണ്ട് അങ്ങോട്ട് ഇടാറില്ല.
എനിക്ക് മല്ലിപ്പൊടി ചൊയ ആ കുത്ത് അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇടാറില്ല കേട്ടോ. പിന്നെ അതേ നമ്മുടെ ഇത് പോയില്ലോ, എന്താ പറയുക, ഉരുളൻകിഴങ്ങിലെ ആവിയൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ മസാല ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി എടുത്തു കേട്ടോ. ഇനി ഇത് ഞാൻ ഒന്നിച്ചിട്ടിട്ട് ഒരൊറ്റ വിസിലടിപ്പിക്കുക കേട്ടോ ചെയ്യാം. അതായത് സെപ്പറേറ്റ് ആക്കിയിട്ടല്ലേ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം അതിനെല്ലാത്തിനും നമ്മൾ കുക്കറിൽ ഒന്നാക്കിയിട്ടിട്ട് ഒരു വിസിലടുപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അത് ഓക്കെ ആയിട്ട് കിട്ടും. പിന്നെ ഞാൻ കടുക് വറുത്തു കേട്ടോ. അതെന്തിലേക്കാന്ന് വെച്ചാൽ നമ്മുടെ മാങ്ങച്ചാറിലേക്കും അതുപോലെ തന്നെ ഞാൻ ചട്നിയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്കും ഇതേ ഒന്നിച്ചെല്ലാം കടുക് പൊട്ടിക്കട്ടോ ചെയ്തത്. അങ്ങനെ അതേ അതും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാങ്ങക്കറി വിൻഷേട്ടിന് നല്ല ഇഷ്ടമാട്ടോ ഇങ്ങനെ ഒരു മാങ്ങച്ചാർ ഉണ്ടാക്കണത്. ഇവർ മാങ്ങക്കറി എന്നാട്ടാ പറയാം. പിന്നെ ഇതേ ചോറ് ആയത് ഞാനിതേ വാർക്കാൻ വെച്ചേക്കാണ്. ചോറായി അപ്പം അത് എടുത്തിട്ട് വാർക്കാൻ വെച്ചു കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് വാർക്കാൻ വെക്കുക, ബാലൻസ് ചെയ്തിട്ട് വെക്കണം കേട്ടോ. അത് എനിക്ക് മാത്രമേ പറ്റുള്ളൂ അങ്ങനെ വെക്കാൻ. അപ്പോൾ അതേ ചോറ് അവിടെ തന്നെ വെള്ളം മാറുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഒരു വിസിലടിച്ചതിന് ശേഷം ഞാൻ നമ്മുടെ കുക്കർ തുറന്നു. അതിലേക്ക് ശകലം പച്ച വെളിച്ചെണ്ണ ഇല്ലേ, നോർമൽ നമ്മുടെ വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റ് ചെയ്യും കേട്ടോ. വേറെ അതിലേക്കൊന്നും ചെയ്യണില്ല. ഉപ്പെങ്ങാനും കുറവുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചും കൂടിയും ഇടും, അത്ര തന്നെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പം നല്ല ഇങ്ങനെ കുറുകുറുന്നനെ കിട്ടും. കുറുകുറുന്നനെ ആക്കി എടുത്തിട്ടുണ്ടായിരിക്കും ഞാനത്, വെള്ളം കുറച്ചൊഴിച്ചിട്ട്. അങ്ങനെ അത് സെറ്റായതിന് ശേഷം ഞാൻ നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി പിന്നെ അത് കഴുകാൻ കൊണ്ടുവച്ചു കേട്ടോ. ഇനി അതെല്ലാം കൂടി ഒന്നിച്ചെടുത്ത് കഴുകണം. പിന്നെ അതേ തേജുവിന് ഞാൻ ബ്രെഡ് നെയ്യ് പരട്ടിയിട്ടൊന്ന് പൊരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അവന് സ്നാക്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഉച്ച വരെ ഉള്ളൂ കേട്ടോ, ഉച്ചയ്ക്ക് വിടും അവനെ. അതുകൊണ്ട് തന്നെ സ്നാക്സ് എന്തെങ്കിലും കൊടുത്തു വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബ്രെഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബ്രെഡ് തന്നെ ആക്കിയത്. പിന്നെ ഏകദേശം ഒന്നവിടെ ഒതുങ്ങിയപ്പോൾ പാത്രങ്ങൾ ഞാൻ ഒപ്പം കഴുകിയെടുക്കുക കേട്ടോ. അതായത് വലിയ കിച്ചണിൽ നിൽക്കേണ്ട അല്ലാതെ ഒന്ന് ഒതുങ്ങി വരുമല്ലോ. അപ്പം ഞാൻ വേഗം ഉള്ള പാത്രങ്ങൾ ഇപ്പം നമ്മൾ പരത്തിയ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതെന്തിനാ, ഇത് ഓംലേറ്റ് ഉണ്ടാക്കാനാവും കേട്ടോ. വിൻഷേട്ടിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓംലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതും ഇതേ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ വെതറുണ്ട് കേട്ടോ. വീട്ടിലാവുമ്പോൾ നമ്മൾ വൺ സൈഡ് ഉണ്ടാക്കാറുള്ളൂ. ഇത് കൊടുത്തയക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ തേജു ഇതേ തന്നെ വിൻഷേട്ടൻ വിളിച്ചപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കൂടുതലും ഞാൻ ചെന്ന് വിളിച്ച് എൻ്റെ പണികളൊക്കെ കൂടെ ഒതുക്കിയിട്ട് ഞാൻ ചെന്ന് വിളിച്ച് എനിപ്പിക്കുക ചെയ്യാറ്. പക്ഷെ ഇന്ന് കുട്ടി നേരത്തെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ വേഗം കുളിപ്പിച്ചു അവനെ. പിന്നെ അതേ അമ്പാട്ടീനെയൊക്കെ തൊഴുതിട്ട് അവനെ കഴിക്കാൻ കൊണ്ടിരുത്തിട്ടു. അവൻ തന്നെ കഴിക്കട്ടെ ചെയ്തത്. ഇടയ്ക്കൊക്കെ അങ്ങനെയാണ്, തന്നെ കഴിക്കും. പക്ഷെ ചില സമയത്ത് ഞാൻ വാരി കൊടുക്കണം. അതായത് കഴിക്കാണ്ടിരിക്കുമ്പോൾ ഞാൻ ചെന്ന് വാരി കൊടുക്കട്ടെ ചെയ്യാം. അങ്ങനെ ആ നേരം കൊണ്ട് ഞാൻ എൻ്റെ കുളിയും കൂടിയും കഴിച്ചു. വിൻഷേട്ടനും ഇതേ കുളിച്ചു വന്നു കേട്ടോ. പിന്നെ ഞാൻ അവൻ്റെ എന്തോ കാര്യത്തിന് നിന്നു തോന്നുന്നു. പിന്നെ അത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിൻഷേട്ടൻ വിരിച്ചിടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല കനമുള്ള കംഫർട്ടർ ആയതുകൊണ്ട് തന്നെ എൻ്റെയും കൂടി ഹെൽപ്പ് വേണ്ടി വന്നു കേട്ടോ. പിന്നെ അവന് കൊണ്ടുപോകാനുള്ളതായിട്ട് ഞാൻ ആക്കണത് സ്നാക്സും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചു. വെള്ളവും ആക്കിയിട്ട് വലിയ കാര്യമായിട്ട് ആക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ പോയി ഇരുന്ന് ഇതൊക്കെ ഒന്ന് വേണമെങ്കിൽ കുറച്ച് കഴിക്കും, പിന്നെ ഇങ്ങോട്ട് പോരുമല്ലോ. പിന്നെ വാട്ടർ ബോട്ടിലും എല്ലാതും വെച്ചിട്ടുണ്ട്. തേജുവിന് നല്ല പൊലിവാണ് കേട്ടോ. അല്ല തേജു, പുതിയതൊക്കെ ആക്കി കൊണ്ടുപോകണോണ്ട് അല്ലേ, വാട്ടർ ബോട്ടിലും ഒക്കെ പുതിയതല്ലേ, അതുകൊണ്ട് നല്ല ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ അവനെ വേഗം പുറപ്പിടിച്ചു പോവാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ പോക്കിനെ അപേക്ഷിച്ച് ഇക്കൊല്ലം ഒരു കുഴപ്പമില്ല കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഒരു 1-2 മാസം എന്നും കരഞ്ഞിട്ടാണ് സ്കൂളിലേക്ക് പോയിരുന്നല്ലേ. പക്ഷേ ഇപ്രാവശ്യം കുട്ടി ഒരു കുഴപ്പമില്ല, ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര ചിരിച്ച് കളിച്ചിട്ട് തന്നെയാട്ടോ പോയിക്കണത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. കാരണം അവൻ ഇങ്ങനെ ചിരിച്ചിട്ടല്ല പോണത്. കരഞ്ഞു പോകണം കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. പക്ഷേ ഇപ്രാവശ്യം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എന്താ പ്രാവശ്യം വിഷമമില്ല ഞാൻ തേജ് പഠിക്കാൻ പോവാണ് ഗൈസ് അല്ലേ. ഞാൻ തേജുനെ കൊണ്ടാക്കിയിട്ട് ഞാൻ വേഗം വരും കേട്ടാ. അല്ല തേജു, അമ്പലത്തിക്കോ? ഇല്ലില്ല. എന്റെ വാങ്ങി പറഞ്ഞു സുഞ്ചുമണി ചാറ്റ പോവല്ലേ? അറിയില്ലല്ലോ. അല്ല ഇവിടെ ഇട്ടിരിക്കില്ലേ? അങ്ങനെ ഇതേ ഞങ്ങൾ പുറപ്പെട്ടിട്ട് വേഗം ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ പിന്നെ ട്രാവലറിലല്ലാട്ട് പോണത്, പോണ വണ്ടിയിലല്ല പോണത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മളും കൂടിയും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടായിട്ട് പോണത്. അപ്പോൾ അപ്പുറത്തുനിന്ന് ഇതേ ബീന ചേച്ചിയും അതുപോലെ തന്നെ തേജുവിൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഓട്ടോ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇവൻ്റെ സ്കൂൾ വണ്ടി ഇതേ കുറച്ച് മുന്നേ പാസ് ചെയ്ത് പോയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടോ, കുട്ടി നല്ല ഹാപ്പിയാണ് കേട്ടോ. മുഖത്തിൽ അത്രയും സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതേ ഞങ്ങൾ ഓട്ടോയിലൊക്കെ കയറി സ്കൂളെത്തി കേട്ടോ. അങ്ങനെ ഇവൻ പഠിക്കണത് ഇവിടെ പട്ടാമ്പി ഞാങ്ങാട്ടി കേട്ടോ. മഹർഷി എന്ന് പറയും, മഹർഷി വിദ്യാലയം അവിടെ കേട്ടോ പഠിക്കണത്. അങ്ങനെ അതേ സ്കൂളിലെത്തിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് അവൻ്റെ ക്ലാസ്സിൻ്റെ അവിടേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അത് പിന്നെ ആവൂലോ, LKG ഇന്ന് UKGക്ക് മാറുമ്പോൾ ക്ലാസ് വേറെ ക്ലാസ് ആടുന്നു.
അങ്ങനെ അവനെ ക്ലാസ്സിലേക്ക് അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് കുറച്ച് നേരം ഇവിടെ പുതു അധ്യയന വർഷത്തിന്റെ പരിപാടികളൊക്കെ അവിടെ സ്റ്റേജിൽ നടക്കുന്നുണ്ട് കേട്ടോ, ഓഡിറ്റോറിയത്തിൽ. അപ്പം ഞാനിത് ഇവിടെ അവൻ്റെ ക്ലാസ്സിന്റെ നേരെ അപ്പുറത്ത് വന്ന് നിൽക്കാട്ടോ ചെയ്തത്. ഇവിടെ നിന്നാൽ കാണാൻ പറ്റും, കേൾക്കാനും പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ ഞങ്ങൾ ഒരു 11:30 ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അവിടെ ഓക്കെ ആണ് നോക്കിയിട്ട് ഇറങ്ങി ഞങ്ങൾ ഓട്ടോ വെയിറ്റ് ചെയ്തിട്ട് കേട്ടോ. പിന്നെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജിഷ്ണുവേട്ടൻ്റെ വീടിൻ്റെ അധികാനായിട്ട് പോയതപ്പോൾ അവിടെ സുജിലമോൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളതിനെയും കണ്ടു. വീട്ടിലെത്തിയിട്ടാ തേജപ്പനാക്കിയിട്ട് എത്തി. 12 മണിയാകുമ്പോൾ അവരുടെ ക്ലാസ് കഴിയുവേ. അപ്പോൾ 12 മണിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് അവന് സ്കൂൾ വണ്ടിയിൽ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ ഏകദേശം 12:30, 12:45, 1 മണിയോടൊക്കെ കൂടിയിട്ട് എത്തുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇറക്കും. അപ്പോഴേക്കും ഞാൻ അടിച്ചോരും തുടക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. വേഗം ഒന്ന് അടിച്ചോരുക. തുടക്കണില്ല, കാരണം തുടയ്ക്കാൻ വലിയ കരട് തോന്നണില്ല. പിന്നെ എനിക്ക് വെയ്യെന്ന് എന്തായാലും അടിച്ചോരിടണം. ഉമ്മറഭാഗം തുടയ്ക്കണം കേട്ടോ. ഉമ്മറഭാഗത്ത് ഇത്തിരി ചളിയൊക്കെയുണ്ട്. അപ്പോൾ ഉമ്മറം തുടയ്ക്കണം. അതൊക്കെ ഒന്ന് അടിച്ചോരിടാം കേട്ടോ. ഫോണ് ചാർജ് ചെയ്യാൻ വെക്കുകയാണ്. അതൊക്കെ ഉണ്ട്. ഞാൻ ചായ കുടിക്കണുള്ളൂ. വെള്ളം കുടിക്കണം, നല്ലോണം വെള്ളം തായ്ക്കുന്നുണ്ട്. എന്നിട്ട് ചായ കുടിക്കണുള്ളൂ. ഇപ്പോൾ സമയം 11:45 കൂടി വിശക്കണില്ല തീരെ. വെള്ളം കുടിക്കുക, പിന്നെ വേഗം അടിച്ചു തരട്ടെ കേട്ടോ. എന്നിട്ട് കാണാം. അമ്മേ ഞാൻ ചായ കുടിക്കാൻ നോക്കുകയാണേ. 11:30 ആവാറായിട്ടാ. 12:30 ആവാറായി. ചായ കുടിക്കണത് എപ്പോഴാണ്? തേജിപ്പം എത്തും. എത്തുമ്പോഴേക്കും ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. ദോശ ഉണ്ട്, മസാലക്കറി ഉണ്ട്, ചട്നി ഉണ്ട് കേട്ടോ. ഇതൊക്കെ കൂട്ടിയിട്ടാണ് ചായ. ഞാൻ ചായ കുടിക്കട്ടെ. വേറെ ഒന്നും അല്ലാണ്ട് ഇത്ര നേരം വൈകിയത്. അടിച്ചു വരാനും തുടയ്ക്കാനും അങ്ങനത്തെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും അത്യാവശ്യം നേരമായി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല വിശപ്പ് വരുമല്ലോ നമുക്ക്. അപ്പോൾ ചായ കുടിക്കാൻ നല്ല രസമാട്ടോ. അവൻ്റെ അങ്ങനെ വിശക്കാണ്ട് വെറുതെ ആ സമയത്ത് കഴിക്കണ്ടേന്ന് വിചാരിച്ച് കഴിക്കുമ്പോൾ എനിക്കൊരു ടേസ്റ്റ് ഒന്നും തോന്നാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഴിക്കാൻ വൈകണത്. എൻ്റെ ഫുഡ് അടി കഴിഞ്ഞു. ഇനി ഞാൻ തേജപ്പനെ കാത്തിരിക്കുകയാണ് കേട്ടോ. വരാറായിട്ടുണ്ട്, 12:30 ആയിട്ടുണ്ട്. അപ്പോൾ 12 മണിക്ക് അവരെ എന്തായാലും വിട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ എത്തുമ്പോൾ പറഞ്ഞ പോലെ 12:30, 12:45 മാക്സിമം ആവട്ടാം. അപ്പോൾ കുട്ടീനെ കാത്തിരിക്കുകയാണ്. എന്നിട്ട് ശരിക്കും റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇപ്പം എന്തായാലും അവൻ വരട്ടെ, എന്നിട്ട് നമുക്ക് എന്താ പറയാനുള്ളത് നോക്കാം. ഏറ്റവും വിറ്റ് എന്താണെന്നറിയോ, ഞാനും പിന്നെ കരഞ്ഞൊന്നും ഇല്ല കേട്ടോ. അത് ഭയങ്കര സന്തോഷം. ആശി പിടിക്കുക, കരയുക, അങ്ങനെ ഒന്നും ചെയ്തില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു നമ്മൾ പോവുക പറഞ്ഞ് ടാറ്റ കൊടുക്കുമ്പോൾ തലാട്ടിൽ ചിരിച്ചിട്ടില്ല, അങ്ങനെ ഒരു മൗനത്തിലുള്ളൊരു തലാട്ടിലായിരുന്നു. പക്ഷെ കഴിഞ്ഞ കൊല്ലത്തെ സംബന്ധിച്ചൊക്കെ, കഴിഞ്ഞ കൊല്ലം ഞാൻ അവനാക്കിയിട്ട് ഞാനും കരയുക അവനും കരയുക, അതായിരുന്നു അവസ്ഥ. കാരണം അങ്ങനെ കരഞ്ഞിരുന്നു. പിന്നെ സ്റ്റാർട്ടിങ് അല്ലേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ അവന് ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. ചെന്ന വഴിക്ക് തന്നെ എവിടെ ഇരിക്കേണ്ടത് വെച്ചപ്പോൾ ധ്യാൻ മതി എന്ന് പറഞ്ഞിട്ട് ധ്യാൻ്റെ പിന്നാലെ ഓടി കിടന്നു കേട്ടോ. അപ്പോൾ ധ്യാൻ്റെ അടുത്തൊക്കെ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് ഇരുന്നേക്കണത്. അവനെ കണ്ടപ്പോൾ തന്നെ അവൻ ഫുൾ സെറ്റായിട്ടുണ്ടായിരുന്നു. വണ്ടി വരുന്നുണ്ടോ ഇല്ല തോന്നുന്നു. അപ്പോൾ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് നോക്കിയതാട്ടാ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ബാഗ് കൊണ്ടുപോയിട്ടുള്ളതൊന്നും കാണിച്ചു കൊടുക്കാത്തതായിട്ടൊന്നും ഇല്ല കേട്ടോ. എല്ലാതും എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുപ്പി വെള്ളമൊക്കെ കുടിക്കാൻ മടിയുള്ള ആള് ഞാനവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു 5-8 വട്ടം വെള്ളം എടുത്ത് കുടിച്ചിട്ടുണ്ട്. കുപ്പി കാണിച്ചു കൊടുക്കുക, ബാഗ് കാണിച്ചു കൊടുക്കുക, പൗച്ച്, പെൻസിൽ, റബ്ബർ എല്ലാം അതും എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. മീൻസ് അവൻ്റെ അടുത്തിരിക്കുന്നവർക്കൊക്കെ ഇരുന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു പൊലിവിലാടന്ന് ഒന്ന്. പിന്നെ കുറേ വിശേഷങ്ങൾ, ട്രിപ്പ് പോയ വിശേഷങ്ങളൊക്കെ ഇവിടുന്ന് ചോദിച്ചറിഞ്ഞിട്ട് കേട്ടോ. അന്ന് തന്നെ അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങടെ പോയത്, അവിടെ എന്താ ചെയ്ത്, എന്നിട്ട് ഇത് എന്തിനാണ്, അതൊക്കെ ധ്യാനോട് പറഞ്ഞു കൊടുക്കാനാണ് സ്കൂളിൽ ചെന്നാന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം കുറേ വിശേഷങ്ങൾ എന്തായാലും പറയാനുണ്ടായിരിക്കും. നാളെ ഇനി എങ്ങനെയാവും എന്താവും എന്നറിയില്ല. ഇനി ഇവിടുന്ന് വീട്ടിൽ നിന്ന് പഠിക്കുന്ന കയറ്റി വിടുമ്പോൾ അവന് ഭയങ്കര വിഷമാട്ടോ. കാരണം അവനെ കയറ്റി വിട്ടിട്ട് ഞാനിങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന കാണുമ്പോൾ അവന് വിഷമാന്നാണ് പറയാറ്. ഇതിപ്പോൾ സ്കൂളിലാക്കിയിട്ട് പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നം തോന്നിയില്ലേക്ക്. നാളെ ഇനി എങ്ങനെ എന്താവും എന്നറിയില്ല. എന്തായാലും കുട്ടികളെല്ലാം ഒന്ന് സെറ്റ് ആവാൻ ടൈം എടുക്കും. എനിക്ക് വലിയ പ്രശ്നം തോന്നില്ല. കഴിഞ്ഞ കൊല്ലമൊക്കെ എനിക്കുണ്ടല്ലോ ഒരുമാതിരി അവസ്ഥയായിരുന്നു. എന്തെന്നാ പറയുക, പോയി കഴിഞ്ഞാൽ ഒരു ചാതി അവസ്ഥയായിരുന്നു കേട്ടോ. ഒന്നാമത് അവൻ കരഞ്ഞിട്ടല്ലേ പോണത്. അത് കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഇന്ന് എനിക്ക് അത്ര ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും തോന്നിയില്ല കേട്ടോ. കാരണം അവൻ ചിരിച്ചാൽ ഹാപ്പിയാണ് അവിടെ. അപ്പോൾ നമുക്ക് പ്രശ്നമില്ലല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി കുട്ടി അവിടെ പോയിരിക്കുന്നതായിപ്പോൾ. പിന്നെ ടീച്ചേഴ്സ് അവൻ്റെ പഴയ മിസ്സല്ല, വേറെ മിസ്സായിരുന്നു കേട്ടോ. അപ്പോൾ മിസ്സിനെ ഒന്ന് കണ്ടു പോന്നു. ഇനി പതിയെ വരട്ടെ, തേജപ്പം വരട്ടെ, നമുക്കറിയാം എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് അറിയണം. അപ്പം എന്തായാലും തേജ് വന്നിട്ട് കാണാം കേട്ടോ. വണ്ടി വരാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു 12:30 ആകുമ്പോഴേക്ക് എത്തുന്ന വിചാരിച്ച്. പക്ഷേ 1 മണിയൊക്കെ ആവാറാകുമ്പോഴാണ് എത്തിയത്. അല്ല സോറി, 1 മണി കഴിഞ്ഞിട്ടാട്ടോ എത്തിയത്. എന്താ കന്നാസുമായിട്ടാണ് വരുന്നേ?
കുണ്ടാണി അവിടെ നിക്കടി ചെരുപ്പേ കയറ്റി വെച്ച മഴ പെയ്ത പോവല്ലേ ഞാൻ. അത് കസാര വെച്ച് തർക്കല്ല. എന്തുണ്ടോ ഈ സ്കൂളിൽ പോയിട്ടിന്ന്? ഒന്നും പഠിച്ചില്ല. എന്താ അറിയോ, ഇന്ന് ഉച്ചക്കില്ല, അതുകൊണ്ട് ഒന്നും പഠിച്ചില്ല. സ്ലേറ്റിൽ ഒന്നും എഴുതില്ല, മറ്റത് പിന്നെ ബുക്കിലൊന്നും എഴുതില്ല. എന്താ പറയാ, ബുക്ക് പറഞ്ഞില്ലല്ലോ, ഞാനൊന്നും പഠിച്ചില്ല. എന്താ അറിയോ, ഇന്ന് ഉച്ചക്കില്ല, അതുകൊണ്ട് ഒന്നും പഠിച്ചില്ല. വെറുതെ പാട്ട് പാടി. എന്ത് പാട്ടാ പാടി? നീ പാട്ട് പാടിയാ? പാടിയ നോക്കട്ടെ. അപ്പൊ പകുതി എവിടെ പോയി? കഷ്ണം പോയില്ലേ പാട്ടില്? കൂത്തിന് കത്ത് കുഞ്ഞിന് തീറ്റ, കുഞ്ഞിനെ തീറ്റ കൊടുക്കാനുമാ, കുഞ്ഞിനെ കത്ത് നെയ്യപ്പം. കുഞ്ഞി കിടന്ന് കരഞ്ഞിടും. ഇതന്നെ നേരെ പാടറിയണ്ടായി പോന്നത്. ഗുണ്ടേനെയാ നീ? നിന്നെപ്പൊ കണ്ട ഗുണ്ടട പോലെ ഉണ്ടേനി. ഐഡി കാർഡ് കിട്ടിയില്ല. പാപ്പു കഴിച്ചാ? ബ്രെഡ് കഴിച്ചാ? പിന്നെ നീ എന്താ കഴിച്ചേ? ഇതെവിടുന്നാ? ടീച്ചർ തന്നതാ. മേശമ്മക്ക് വെച്ചോ പാത്രം? കുപ്പിയും പാത്രമൊക്കെ മേശമ്മ കൊണ്ടുവച്ചോ? ഫ്രണ്ട്സിനെ കിട്ടിയാ? ഒരു ഫ്രണ്ട്സിന് കിട്ടിയില്ല. ഒരു ഫ്രണ്ട്സിന് കിട്ടിയില്ല. പഴയ ഫ്രണ്ട്സ് തന്നെ ഉണ്ടോ? പഴയ ഫ്രണ്ട്സ് തന്നെയാ? പുതിയവരാരും വന്നിട്ടില്ല? ആദ്യം കിട്ടിയില്ല. ഞാൻ കണ്ടു. എല്ലാം കാണിച്ചു കൊടുത്താ? അപ്പൊ ഞാൻ നോക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് വെള്ളം എടുത്ത് കുടിച്ചിടുന്നല്ലോ. അങ്ങനെ ഒഴിക്കണം. ഫുള്ള് കുടിച്ചില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കുപ്പി കാട്ടി സ്റ്റൈല് കാട്ടിയിടുന്നല്ലോ. ഞാൻ കണ്ടൂലോ. കുപ്പി കാട്ടുക, ബാഗ് കാട്ടുക, പൗച്ച് കാട്ടുക, നല്ല സ്റ്റൈല് കാട്ടിയിടുന്നല്ലോ. കളിക്കന്നെ എടുത്തിട്ട്. അയ്യോ അയ്യോ അയ്യോ. അങ്ങനെ ഗൈസ്, നിങ്ങൾ നോക്കൂ. തേജുവിനെ കണ്ട ഗുണ്ടട പോലെയല്ലേ? ഗുണ്ട തേജു, മുടിയൊക്കെ വെട്ടിയിട്ട്. അത് പഴയ ഐഡി കാർഡാ. പുതിയത് കിട്ടും. ഇതല്ല. പുതിയത് കിട്ടും. അതിട്ടിട്ടാ പോവുക. അതാ പുതിയത് കിട്ടും. അത് ഇത്ര നാൾ ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ടേക്കല്ലേ. നീ മേലെടുക്കുക. ഇഷ്ടായിയാ? സ്കൂളിൽ പോയിട്ട് ഇഷ്ടായിയാ? സ്കൂളിൽ ഇഷ്ടായിയാ? കുട്ടികളെന്നെയാ? നാളെ പോണ്ടേ? നീ പോണ്ടേ? എന്നാ വേഗം കുളിക്ക്. ബുക്ക് പൊതിയണം. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് വൈകിട്ട് പൊതിയാം. വിളക്ക് കൊളത്തി കഴിഞ്ഞിട്ട്. ടാറ്റ. മേലഴുകിട്ട് വരാൻ പറയും. ഒന്ന് തേജപ്പന്റെ കുളി കഴിഞ്ഞു. ഇനി തേജു മാമുണ്ണാൻ പോവല്ലേ? എന്താ ഉള്ളത്? മുട്ട ഓംലേറ്റ് ഉണ്ട്, മസാലക്കറി ഉണ്ട്, അച്ചാറ്, മാങ്ങക്കറി ഉണ്ട്. ചോറിനല്ലേ ഇഷ്ടമൊക്കെ ഞാൻ കഴിപ്പിക്കും. ചോറിന് നല്ല മടി അയക്കണോ? എന്നാ തന്നെ കഴിച്ചോ. അപ്പൊ കഴിച്ച് ഞാൻ തേജപ്പന് ചോറ് കൊടുക്കാൻ പോവാണ്.
അങ്ങനെ ഇതേ വേഗം നമ്മുടെ തേജുവിന് ഇതേ ചോറൊക്കെ വാരിക്കൊടുത്തു. നമ്മളപ്പോൾ TV വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവ എന്തോ കാണുന്നുണ്ട്, എന്തോ കാർട്ടൂൺ എന്തോ കാര്യമൊക്കെ കണ്ടിട്ടാണ് ചോറ് ഉണ്ണണത്. അങ്ങനെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് അവൻ വേഗം കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്ഷീണമുണ്ട് തോന്നുന്നു. പിന്നെ ഇത്ര നേരത്തെ എനിക്കലൊക്കെ ഇപ്പോൾ പതിവല്ലല്ലോ, ഇനി ആ ട്രാക്കിലേക്ക് വരണം. അങ്ങനെ അവൻ കണ്ടിരുന്ന കാർട്ടൂൺ കഴിയലും അവൻ്റെ ഉറക്കമൊക്കെ ഒപ്പാടുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.